തൃശൂരിലാണ് ബി.ജെ.പിയുടെ കണ്ണ. ദിനംപ്രതി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലവുമാണ് ബി.ജെ.പി A+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ തൃശൂർ. എന്തു വില കൊടുത്തോ മണ്ഡലം പിടിക്കാൻ ബി.ജെ.പി ഇറങ്ങി പുറപ്പെട്ടതോടെ തൃശൂർ നിലനിർത്താൻ അരയും തലയും മുറുക്കി കോൺഗ്രസും രംഗത്തുണ്ട്. 2019 നഷ്ടപ്പെട്ട മണ്ഡലം തിരികെ പിടിക്കാൻ CPI-യും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. മണ്ഡലം പിടിക്കാൻ ലക്ഷ്യം വെച്ച ബി.ജെ.പി പ്രചരണം കൊഴുപ്പിച്ചതോടെ നിലവിലെ MP-യായ TN പ്രതാപനോട് തൃശൂരിൽ സജീവമാകാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചുവരെഴുത്തുകളും വന്നു തുടങ്ങി. ഇപ്പോഴിതാ CPI നേതാവ് VS സുനിൽകുമാറിനു വേണ്ടിയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സുനിലേട്ടന് ഒരു വോട്ട് എന്ന വാചകത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്ററുകൾ നിറഞ്ഞു നിന്നു. ഇത്തവണ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. പ്രാദേശിക നേതൃത്വം ഇത്തരമൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സുനിൽകുമാറിന് വോട്ട് തേടി പ്രചരണം തുടങ്ങിയത്. പാർട്ടിയുടെ അറിവോടെയല്ല പോസ്റ്ററുകൾ എന്നാണ് സുനിൽകുമാർ പ്രതികരിച്ചത്. മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചയുണ്ടായിട്ടില്ലെന്നും നേരത്തെ സുനിൽകുമാർ പറഞ്ഞിരുന്നു. അതിനിടെ പ്രതാപനു വേണ്ടി വീണ്ടും ചുവരെഴുത്തുകൾ വന്നു തുടങ്ങി. ചൂണ്ടലിലാണ് ഇന്ന് ചുവരെഴുത്ത് കണ്ടത്. എളവള്ളി, ചിറ്റാട്ടുകര, കിഴക്കേ തലയിലും നേരത്തെ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൈപ്പത്തി ചിഹ്നവും പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ TN പ്രതാപനെ വിജയിപ്പിക്കുക തുടങ്ങിയ വരികളോടെയായിരുന്നു ഇത്. എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ചുവരെഴുതുന്നതിനോട് യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്നുമാണ് പ്രതാപൻ ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപി കൂടുതൽ സജീവമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സംഘടനാ സംവിധാനത്തെക്കാൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയിലാണ് ബി.ജെ.പി ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇനി നിർമ്മലാ സീതാരാമൻ, S ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ എന്നിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെ നേരിടാനെത്തുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പേര്. കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയെങ്കിലും ലോക്സഭയിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ബി.ജെ.പി. A+ മണ്ഡലമായാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി കണക്കാക്കുന്നത്. തുടരെയേറ്റ പരാജയങ്ങളിൽ LDF ക്യാമ്പിലും കനത്ത നിരാശയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇക്കുറി പോരാട്ടം പൊടിപാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തു നിന്നുകൂടി മത്സരിച്ചേക്കുമെന്നും വാർത്തകളെത്തിയിരുന്നു. എന്നാൽ ആ പ്രചരണം ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ബി.ജെ.പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ്. മണ്ഡലങ്ങളെ വിലയിരുത്തി കൂട്ടിയും കിഴിച്ചും പ്രബലരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് മൂന്ന് മുന്നണികളും. കേരളത്തിൽ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ സ്ഥാനം മുൻപന്തിയിലാണ്. ശശി തരൂരിനെ വീഴ്ത്താൻ ബി.ജെ.പി ആരെ കൊണ്ടുവരുമെന്നത് ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണെന്നും. 2009 മുതൽ തരൂരാണ് മണ്ഡലത്തിന്റെ പ്രതിനിധി. അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ലെന്നത് ഉറപ്പാണ്. ഏതായാലും തീപ്പാറും രാഷ്ട്രീയ കളി കാത്തിരുന്നു തന്നെ കാണാം.